സെമി ചന്തേരി സിൽക്കിൽ എംബ്രോയ്ഡറി ആയിട്ടുള്ള സൽവാർ സെറ്റ് ആട്ടോ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. അത് 4 ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. നല്ല രസമാണ് ഈ ഒരു സൽവാർ സെറ്റിൻ്റെ പാറ്റേൺ വരുന്നത്. നമുക്ക് ലൈറ്റർ ടോണിൽ പേസ്റ്റൽ ടോണിൽ തന്നെയാണ് ടോപ്പ് വന്നിട്ട് അതിൽ ആ പേസ്റ്റൽ എംബ്രോയ്ഡറി പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് ഓഫ് വൈറ്റിൽ ബ്ലൂ പിങ്ക് യെല്ലോ ഒക്കെ മിക്സ് ചെയ്ത് എംബ്രോയ്ഡറി വരും. സാറ്റിൻ സിൽക്കിൻ്റെ ബോട്ടോ ദുപ്പട്ട നമുക്ക് ഓർഗൻസയിൽ തന്നെ എംബ്രോയ്ഡറി ചെയ്താണ് വരുന്നത്. ഇത് നല്ലൊരു പിങ്ക് ടോൺ, എല്ലാത്തിലും എംബ്രോയ്ഡറിയുടെ കളർ സെയിം ആയിരിക്കും. നല്ലൊരു ബ്ലൂ ടോൺ വരുന്നുണ്ട്. ലാസ്റ്റ് കാണുന്നത് ഗ്രീൻ കളറാണ്. എല്ലാം നല്ല പേസ്റ്റൽ ടോണിലാണ് വന്നേക്കുന്നത്. പിന്നെ കളക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം. ഫസ്റ്റ് നമ്മുടെ പാറ്റേൺ വരുന്ന ഇതാണ്. യോക്ക് പോർഷനിൽ ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ക്ലോസർ വ്യൂ വരുന്നത്. യോക്ക് പോർഷൻ്റെ വർക്ക് പിങ്കിൻ്റെയും ബ്ലൂവിൻ്റെയും ഗ്രീൻ്റെ ഒക്കെ ടോണാണ് വന്നേക്കുന്നത്. താഴേക്ക് വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു എംബ്രോയ്ഡറി ആണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടോ ആട്ടോ. നേരത്തെ ഞാൻ സാറ്റിൻ സിൽക്കാണ് പറഞ്ഞത്. സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടോ ആണ് പെയർ ചെയ്തേക്കുന്നത്. ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ. ടോപ്പിൻ്റെ എൻഡിൽ തിന്നായിട്ടൊരു ക്രോഷ്യയുടെ ലേസ് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട നമുക്ക് വരുമ്പോഴത്തേക്ക് ഓർഗൻസ ദുപ്പട്ടയാണ്. ഓർഗൻസയിൽ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ എംബ്രോയ്ഡറി ചെയ്ത് രണ്ട് സൈഡും ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. ഇതാണ് ആ ഒരു എംബ്രോയ്ഡറി പാറ്റേണിൻ്റെ ക്ലോസർ ലുക്ക് വരുന്നത്. നമുക്ക് സ്കാലപ്പൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് വരുന്നത്. രണ്ട് എൻഡിലും ക്രോഷ്യയുടെ ലേസും കൊടുത്തു. ഇത് നമ്മളിപ്പോൾ കണ്ട ആ ഒരു സെയിം പാറ്റേൺ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഓഫ് വൈറ്റ് ടോണിലാണ് വന്നേക്കുന്നത്. നല്ലൊരു പിങ്ക് ടോണിലാണ് സെയിം പാറ്റേൺ ഇതിൽ വന്നേക്കുന്നത്. സെയിം പാറ്റേൺ ലൈറ്റ് ബ്ലൂ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്.